നമസ്കാരം. വാർത്താമഴയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. മഞ്ചേശ്വരം നിയമസഭാ തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കുറ്റവിമുക്തൻ. കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പ്രതികൾ നൽകിയ വിടുതൽ ഹർജി ജില്ലാ സെഷൻസ് കോടതി അംഗീകരിച്ചു. സത്യം ജയിച്ചെന്നും കെട്ടിച്ചമച്ച കേസാണിതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കേസിന് പിന്നിൽ കോൺഗ്രസിന്റെയും CPIM-ന്റെയും മുസ്ലിം ലീഗിന്റെയും ഗൂഢാലോചനയുണ്ടെന്നും കെ സുരേന്ദ്രൻ. വളരെ ആസൂത്രിതമായി കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണിത്. ഗൂഢാലോചനയിലൂടെയാണ് ഇങ്ങനെ ഒരു കേസുണ്ടാക്കിയത്. എന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്നേക്കുമായി അയോഗ്യനാക്കാൻ വേണ്ടിയും BJP-യെ താറടിച്ച് കാണിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു കള്ളക്കേസ് ഇവിടെ കെട്ടിച്ചമച്ചത്. വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട്. 3.5 വർഷം നിരന്തരമായി മഞ്ചേശ്വരം കോഴക്കേസ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വേട്ടയാടി. ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയ വേട്ടയാണ്, ഇത് വിജയിക്കാൻ പോകുന്നില്ല. കേസ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന വാദം കോടതി അംഗീകരിച്ചെന്ന് അഭിഭാഷകനും BJP നേതാവുമായ കെ ശ്രീകാന്ത്. ഈ കേസിൽ പ്രതിഭാഗം ഉന്നയിച്ച നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കോടതി ശരിവച്ചിരിക്കുകയാണ്. ഇതിൽ യാതൊരു തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഇല്ല എന്നും അത് കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ള പ്രതിഭാഗത്തിൻ്റെ വാദം പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. ഇതിലെ പരാതിയും ഇതിലെ അന്വേഷണം, ഇതിലെ അന്തിമ റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട്, ചാർജ്, ഇതെല്ലാം തന്നെ നിയമാനുസൃതമായിട്ട് നിലനിൽക്കുന്നതല്ല എന്നുള്ള പ്രതിഭാഗത്തിൻ്റെ വാദം അത് കോടതി ഇന്ന് ശരിവച്ചിരിക്കുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ BSP സ്ഥാനാർത്ഥി സുന്ദരയ്ക്ക് പണവും മൊബൈൽ ഫോണും നൽകിയെന്നായിരുന്നു കേസ്. അരുൺ പാറക്കലുണ്ട് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, ഏറെ ചർച്ച ചെയ്യപ്പെട്ട CPM ഏറെ പ്രചാരണത്തിന് ഉപയോഗിച്ചൊരു കേസാണിത്. അതിൽ ഇപ്പോൾ പ്രോസിക്യൂഷന് തിരിച്ചടി നേരിടുമ്പോൾ രാഷ്ട്രീയമായി കൂടി മറുപടി പറയേണ്ടി വരില്ലേ CPM? ഒപ്പം ഈ വിധിയിൽ ഒരു അപ്പീലിനുള്ള സാധ്യത അത് പരാതിക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഗോകുൽ, കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി സാനു S. പണിക്കരാണ് ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവിച്ചത്. കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പ്രതികൾ നൽകിയ വിടുതൽ ഹർജിയാണ് ഇന്നിപ്പോൾ കോടതി പരിഗണിച്ചത്. കോടതി പ്രധാനമായും ഈ കേസിൽ പരിശോധിച്ചത് ഇതൊരു വിചാരണാ വേളയിലേക്ക് പോകേണ്ടതുണ്ടോ, അതിനാവശ്യമായി ഉതകുന്ന തെളിവുകൾ പ്രോസിക്യൂഷനും പോലീസും ഹാജരാക്കിയിട്ടുണ്ടോ എന്നതായിരുന്നു. ഇതിനുശേഷമാണ് ഇന്നിപ്പോൾ കോടതി കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളോടും കോടതിയിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടതായി അറിയിക്കുകയായിരുന്നു. ഈ പ്രഥമ ദൃഷ്ട്യാ ഈ കേസ് നിലനിൽക്കില്ലെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസ് കെട്ടിച്ചമച്ചതാണ്. മാത്രമല്ല, ഈ കേസിൽ ആവശ്യത്തിന് ഉതകുന്ന തെളിവുകളൊന്നും പ്രോസിക്യൂഷൻ നൽകിയിട്ടില്ല എന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. അന്നത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ BSP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയെ കെ സുരേന്ദ്രൻ സ്വാധീനിച്ചെന്നും സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി പണം 2.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകി ആക്രമിച്ച്, അതായത് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചു എന്നായിരുന്നു പ്രധാനമായും ഉന്നയിച്ച ആരോപണം. ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VV രമേശനാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി കോടതിയിൽ നൽകുന്നത്. അതിനുശേഷം ഈ കോടതി പോലീസിനോട് കേസെടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും 3.5 വർഷത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധി വന്നിരിക്കുന്നു. കെ സുരേന്ദ്രനും മറ്റ് 6 പ്രതികളും നൽകിയ വിടുതൽ ഹർജി കോടതി പരിഗണിച്ചിരിക്കുന്നു. ഈ കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളും കുറ്റവിമുക്തമാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഈ പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നതനുസരിച്ച് ഇതിന് നിയമസാധുതയില്ല, ഈ കേസ് നിലനിൽക്കില്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നു. വാദിഭാഗം VV രമേശൻ, ഈ കേസുമായി മുന്നോട്ട് പോയ VV രമേശൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിധിപ്പകർപ്പ് ലഭിക്കണം. ഈ വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം, ഈ കേസിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം ഈ കേസിൽ അപ്പീൽ പോകുമെന്ന് VV രമേശൻ വ്യക്തമാക്കുന്നു. കെ സുന്ദര ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് ഇതുവരെയും തയ്യാറായിട്ടില്ല. കെ സുരേന്ദ്രൻ എവിടെയാണെന്ന കാര്യത്തിലും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും CPM-ഉം VV രമേശനും ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ പോകുമെന്ന് മേൽക്കോടതിയെ സമീപിക്കുമെന്ന് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ഗോകുൽ, മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും CPM-ഉം ചേർന്നുള്ള ഒരു ഗൂഢാലോചനയാണ് ഈ കേസിന് പിന്നിലെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. ഏതായാലും മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ 6 പ്രതികളെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള വിടുതൽ ഹർജി അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത്. വിചാരണയിലേക്ക് പോലും കടക്കാതെ അങ്ങനെ ആ വിടുതൽ ഹർജി അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായും പ്രോസിക്യൂഷന്റെ വീഴ്ച അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയൊക്കെ ചർച്ചയാകും. CPM ഉൾപ്പെടെ അതിന് മറുപടി പറയേണ്ടിയും വരും. തൃശൂർ വരവൂരിൽ വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. തളി സ്വദേശി 60 വയസ്സുള്ള രവീന്ദ്രൻ, 56 വയസ്സുള്ള അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്.
സൂരജ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, എന്താണ് സംഭവിച്ചത്? രണ്ടുപേരുടെ മരണത്തിനിടയാക്കാൻ നേരത്തെ എത്ര തീവ്രതയേറിയ ഒരു വൈദ്യുത പ്രവാഹം അവിടെ ഉണ്ടായിരുന്നു ഇവർക്ക് അറിയില്ലായിരുന്നു? ഗൂഗിൾ, ഈ സംഭവം സംബന്ധിച്ച് നമുക്കിപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അതായത് 2 സഹോദരങ്ങളുടെ ജീവൻ എടുത്തതിന് പിന്നിൽ പന്നിക്കൊരുക്കിയ വൈദ്യുത കെണി എന്നുള്ളതാണ് ഈ നിമിഷം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് ഈ പന്നിയെ പിടികൂടുന്നതിന് വേണ്ടി മാത്രമായി ഈ പറമ്പിൽ, ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഈ വൈദ്യുത കെണി അനധികൃതമായി ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ, അതായത് ഈ പറമ്പിന് ചുറ്റും പന്നിയെ പിടികൂടുന്നതിന് വേണ്ടി ഈ വൈദ്യുത കമ്പി വലിച്ചു കെട്ടി, ഈ വൈദ്യുത കമ്പി അവിടെ ഉണ്ട് എന്നറിയാതെയാണ് ഈ സഹോദരങ്ങൾ ഇങ്ങോട്ട് എത്തുന്നതും പിന്നീട് ഇവർക്ക് ഷോക്ക് ഏൽക്കുന്നതും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇവർ മീൻ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഈ 2 സഹോദരങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി ഈ മേഖലയിൽ എത്തുന്നത്. മീൻ പിടിക്കുന്നു. ഈ മീൻ പിടിച്ച് നടന്നു വരുന്നതിനിടയിൽ അറിയാതെ ഈ വൈദ്യുത കമ്പിയിൽ ഇവരുടെ കാൽ തട്ടുകയും ഷോക്കേറ്റ് ഇവർ പാടത്ത് വെച്ച് തന്നെ അപ്പോൾ തന്നെ മരണപ്പെടുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരു പന്നിയും ചത്ത നിലയിൽ, ഈ മേഖലയിൽ നിന്ന് ഒരു പന്നിയെയും ചത്ത നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇത് കൃഷി സംബന്ധമായ ആവശ്യത്തിന് വേണ്ടിയല്ല ഈ വൈദ്യുത വേലി സ്ഥാപിച്ചിരുന്നത്. ബോധപൂർവമായി ഈ പന്നിയെ പിടികൂടുന്നതിന് വേണ്ടി മാത്രം ഈ വൈദ്യുത കെണി ഒരുക്കി എന്ന് വേണം നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം അനുമതി ഇല്ലാതെയാണ് ഈ വൈദ്യുത കമ്പി ഉൾപ്പെടെ അവിടെ നിന്ന് സ്ഥാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധുവായ, ഈ മരിച്ച 2 പേരുടെയും ബന്ധുവായിട്ടുള്ള മണി എന്ന ആളുടെ പേരിലാണ് ഈ ഭൂമിയുള്ളത്. ഈ മണിയെ കസ്റ്റഡിയിലെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു. എന്തായാലും നിയമാനുസൃതമല്ലാതെ സ്ഥാപിച്ച വൈദ്യുത കെണിയിൽ നിന്ന് ഷോക്കേറ്റാണ് 2 ജീവൻ ഇപ്പോൾ എരുമപ്പെട്ടിയിൽ നഷ്ടമായിരിക്കുന്നത്. ഗോകുൽ, ശരി സൂര്യ, ഏതായാലും സംസ്ഥാനത്ത് വീണ്ടും അങ്ങനെ മനുഷ്യജീവൻ എടുക്കുന്ന തരത്തിലേക്ക് വൈദ്യുത കെണി അപകടമുണ്ടാക്കുന്നു. തൃശ്ശൂർ വരവൂരിലാണ് സഹോദരങ്ങളായ 2 പേർ പന്നിക്കൊരുക്കിയ വൈദ്യുത കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്നത്. അത്തരത്തിൽ തീവ്രതയേറിയ വൈദ്യുത പ്രവാഹം അവിടെ ഉണ്ടായിരുന്നു. അതൊരു നിയമവിരുദ്ധമായി സ്ഥാപിച്ച കെണി എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. അതിനനുസരിച്ചുള്ള തുടർ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ് എന്നാണ് സൂരജ് നൽകുന്ന വിവരം. തിരുവനന്തപുരം ബിതുരയിൽ ഇന്നലെ കിണറ്റിൽ വീണ കാട്ടുപോത്ത് ചത്തു. പേപ്പാറ കുട്ടപ്പാറ സെക്ഷനിൽ വനമേഖലയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, ഇന്നലെ തന്നെ വനപാലകർ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ പിന്നിലെ കാലുകൾക്ക് കാര്യമായി പരിക്കുണ്ടായെന്ന്. എന്താണ് മരണകാരണമെന്ന് സംബന്ധിച്ച് സ്ഥിരീകരണമുണ്ടോ? ഗൂഗിൾ, പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. ഈ കാലുകളുടെ ഒടിവിന് കൂടാതെ ആന്തരിക അവയവങ്ങൾക്കും പരിക്കുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇന്നലെ രാവിലെയാണ് വിതുര മാങ്കാല പരുത്തിപ്പള്ളി വനം റേഞ്ച് പരിധിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗമില്ലാത്ത കിണറ്റിൽ ഈ കാട്ടുപോത്ത് അകപ്പെട്ടത്. ഏതാണ്ട് 15 അടി താഴ്ചയുള്ള കിണറ്റിലായിരുന്നു വീണത്. അതിനുശേഷം വനപാലകരും ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും വനപാലകരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. അതിനുശേഷം ഈ പേപ്പാറ, ഈ കുട്ടപ്പാറ സെക്ഷനിലുള്ള ഒരു പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തായിരുന്നു ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനിടയിലായിരുന്നു രാവിലെയാണ് ഈ കാട്ടുപോത്ത് ചത്തത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. ശരി, ഇന്നലെയാണ് ഇടുങ്ങിയ കിണറ്റിലേക്ക് കാട്ടുപോത്ത് വീണത്. അതിൻ്റെ കാലുകൾ പിന്നീട് കാര്യമായ പരിക്കുണ്ടായിരുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ ആവാത്ത അവസ്ഥയിലായിരുന്നു. ഏതായാലും ആ കാട്ടുപോത്ത് ചത്തു. ഇന്ന് അതിൻ്റെ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി 24 ബിഗ് ബ്രേക്കിംഗ്. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും. തൃശൂർ പൂരം നടത്തിപ്പിൽ വീഴ്ചയുണ്ടെന്ന DGPയുടെ കണ്ടെത്തലിലാണ് നടപടിയെടുക്കുക. അന്വേഷണം സംബന്ധിച്ച DGPയുടെ പുതിയ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും. അന്വേഷണ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ 24 ലഭിച്ചു. വിവരങ്ങളുമായി അരുൺ രാജ് ചേരുന്നുണ്ട്. അരുൺ, അങ്ങനെ ഒടുവിൽ പല റിപ്പോർട്ടുകൾ വന്നു. ആ റിപ്പോർട്ടുകൾക്ക് അവസാനം വിശദാംശം തേടുന്നു. ഈ വിശദമായ റിപ്പോർട്ടിന് ADGPക്കെതിരെ കൂടുതൽ പരാമർശങ്ങളുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതിൽ നിന്ന് ഒരു നടപടിക്ക് സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ പിന്നീട് നിയമപരമായി ചോദ്യം ചെയ്യപ്പെടാത്ത തരത്തിൽ ഒരു നടപടിയെടുക്കാനാകുമെന്നാണോ സർക്കാർ അല്ലെങ്കിൽ CPM ഒക്കെ കരുതുന്നത്? ഗൂഗിൾ, തീർച്ചയായും തൃശൂർ പൂരം അലങ്കോലപ്പെടുന്ന സാഹചര്യം, അതുപോലെ തന്നെ RSS നേതാക്കളെ ADGP കണ്ട സാഹചര്യം, മറ്റൊന്ന് ഈ PV അൻവർ MLA ഉന്നയിച്ച ആരോപണം, ഈ 3 വിഷയങ്ങളിലാണ് ADGP MR അജിത് കുമാറിനെതിരെ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം നടത്തിയത്. ഇതിൽ തൃശൂർ പൂര വിവാദവുമായി ബന്ധപ്പെട്ട്, ഈ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിന് ഗുരുതരമായി വീഴ്ച സംഭവിച്ചുവെന്ന കണ്ടെത്തലാണ് DGP മുന്നോട്ട് വെക്കുന്നത്. ഈ പൂരം ഉണ്ടാകുന്ന സമയത്ത് അവിടെ 2 തവണ സന്ദർശിച്ച വ്യക്തിയാണ് MR അജിത് കുമാർ. പക്ഷേ ഈ പൂരം
അലങ്കോലപ്പെട്ടതിന് പിന്നാലെ ഈ തൃശ്ശൂരിൽ നിന്നും MR അജിത്കുമാർ ഒരു സ്വകാര്യ സന്ദർശനത്തിനായി പോവുകയായിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇത് സംശയങ്ങൾക്ക് ഇടം നൽകുന്നുവെന്ന് പറയുന്ന റിപ്പോർട്ടിൽ മറ്റൊരു ഗുരുതരമായ പരാമർശം കൂടിയുണ്ട്. ഒരു ക്രമസമാധാന പ്രശ്നം അവിടെ ഉണ്ടായിട്ട് പോലും അത് പരിഹരിക്കാനുള്ള പ്രശ്നം അല്ലെങ്കിൽ ശ്രമം MR അജിത്കുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇത് ADGPയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ കൃത്യവിലോപമാണ് എന്നതാണ് ഈ DGPയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ MR അജിത്കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ തൽസ്ഥാനത്ത് നിന്ന്, അതായത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത്കുമാറിനെ മാറ്റി നിർത്തിയേക്കാം, അല്ലെങ്കിൽ വകുപ്പ് തല നടപടിയുടെ ഭാഗമായി സസ്പെൻഷനിലേക്ക് പോകേണ്ടി വരും. ഈ രണ്ട് സാഹചര്യവും ഉണ്ടാകും എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ലഭിക്കുന്ന മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയായിരിക്കും ഇക്കാര്യത്തിൽ എന്ത് നടപടി വേണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. മറ്റൊന്ന് PB അൻവർ MLA ഉന്നയിച്ച കാര്യമാണ്. ഇക്കാര്യത്തിൽ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കി എന്ന കാര്യത്തിൽ വിശദമായ പരിശോധന വിജിലൻസ് നടത്തും എന്നതാണ് DGP റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. RSS നേതാക്കളെ കണ്ടതിൽ തെറ്റില്ല, പക്ഷേ RSS നേതാക്കളെ കാണാൻ പോയ സമയവും സാഹചര്യവും, അത് ഔദ്യോഗിക വാഹനം മാറ്റി നിർത്തിക്കൊണ്ട് പോയ സാഹചര്യവും, ഇത് വിശദമായ പരിശോധന വേണമെന്നുള്ളതാണ് ഇന്റലിജൻസ് തന്നെ മുന്നോട്ട് വെച്ച കാര്യം. എന്തായാലും വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ MR അജിത്കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഏത് സമയവും DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും MR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക. CPIക്ക് നേരത്തെ ഉന്നയിച്ച ആരോപണം, CPI മുന്നോട്ട് വെച്ച ആവശ്യം, ഇതെല്ലാം കൂടി പരിഗണിച്ചായിരിക്കും തീരുമാനമുണ്ടാവുക എന്ന കാര്യത്തിലും സംശയമില്ല. ശരി, അരുൺ രാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ADGPക്ക് എതിരായ നടപടി വൈകുന്നതിൽ മുന്നണിക്ക് അകത്തുനിന്ന് അടക്കം CPMനും മുഖ്യമന്ത്രിക്കും വലിയ വിമർശനം നേരിടുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ DGPയുടെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടത്. ഏതായാലും നടപടിയിലേക്ക് തന്നെ DGP MR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേക്കും എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. PR ഏജൻസി വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി CPIM കേന്ദ്ര നേതൃത്വം. സർക്കാരിന് കേസൻ PR ഏജൻസിയുമായി ബന്ധമില്ല. സുബ്രഹ്മണ്യം വ്യക്തിപരമായാണ് ഇടപെട്ടത്. ബിസിനസ് താൽപര്യം വെച്ചാകാം കേസൻ CEO എത്തിയതെന്നും CPIM കേന്ദ്ര നേതൃത്വം. കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നും CPIM കേന്ദ്ര നേതൃത്വം പറയുന്നു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, സർക്കാരിനെയും CPIMനെയും ആകെ പ്രതിക്കൂട്ടിലാക്കിയ ഒരു പരാമർശം, അത് ആരാണ് കൂട്ടിച്ചേർത്തത്? ഇങ്ങനെ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം കൂട്ടിച്ചേർത്ത ആരാണ് എന്നതിനെപ്പറ്റി CPIMന് അന്വേഷിക്കേണ്ട, അത് അറിയുകയും വേണ്ട. പക്ഷേ ആ ചോദ്യങ്ങളെ ആകെ ഒരു മുഖ്യമന്ത്രിയുടെ ഉരുണ്ട് കളിച്ചുള്ളൊരു വിശദീകരണം കൊണ്ട് അവസാനിപ്പിക്കാനുള്ള ശ്രമമാണോ? ഒരു നിയമ നടപടിക്ക് തയ്യാറാകുന്നുമില്ല. ഇനി ഇതിൽ ചർച്ചകളെല്ലാം അതിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ അവസാനിപ്പിക്കാനാണോ കേന്ദ്ര നേതൃത്വം താല്പര്യപ്പെടുന്നത്? ഗോകുൽ, അത്തരത്തിൽ തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. എന്തായാലും മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് CPMന്റെ കേന്ദ്ര നേതൃത്വവും. ഈ ഹിന്ദുവിലെ വിവാദമായ ഈ പരാമർശം വന്ന ഘട്ടത്തിൽ തന്നെ CPMന്റെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗം ഇക്കാര്യം വിലയിരുത്തിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയത്. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം താൻ ഒരു PR ഏജൻസിയെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന വിശദീകരണം തന്നെ പൂർണ്ണ വിശ്വാസത്തിൽ എടുത്തിരിക്കുകയാണ് CPM കേന്ദ്ര നേതൃത്വവും. സർക്കാരിന് PR ഏജൻസിയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് കേന്ദ്ര നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്നും കേന്ദ്ര നേതൃത്വം വിശദീകരിക്കുന്നു. അതേസമയം ഈ സുബ്രഹ്മണ്യൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് വ്യക്തിപരമായാണ് എന്നാണ് കേന്ദ്ര നേതാക്കൾ അറിയിക്കുന്നത്. എന്നാൽ ഈ സുബ്രഹ്മണ്യനൊപ്പം തന്നെ ഈ ഹിന്ദുലേക്കൊപ്പം മുഖ്യമന്ത്രിയുടെ അഭിമുഖം നടത്തുന്ന ഘട്ടത്തിൽ കേസൻ CEO വിനീത് ഹണ്ട ഉണ്ടായിരുന്നതിനെ കുറിച്ച്, അത് ബിസിനസ് താല്പര്യം മുൻനിർത്തിയാകാം ഈ CEO ഇവിടെ എത്തിയത്. സർക്കാരിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ PR ജോലികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ് ലഭിക്കുന്നതിന് വേണ്ടി അത് സംസാരിക്കാൻ വേണ്ടിയാകാം അവർ എത്തിയത് എന്നും, നിലവിൽ ഇതുവരെയും അത്തരത്തിൽ കേസിനെയോ മറ്റേതെങ്കിലും ഒരു PR ഏജൻസിയെയോ മുഖ്യമന്ത്രിയുടെയോ സർക്കാരിൻ്റെയോ PR ജോലികൾ ഏൽപ്പിച്ചിട്ടില്ല എന്നുമാണ് കേന്ദ്ര നേതൃത്വം വിശദീകരിക്കുന്നത്. അതേസമയം വിവാദമായ ഈ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയത് ആര്? PR ഏജൻസി ആണോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ എന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും കേന്ദ്ര നേതാക്കളും നൽകുന്നില്ല. ശരി ബൽറാം, ഏതായാലും അങ്ങനെ മുഖ്യമന്ത്രിയെ CPMനെയും ആകെ വെട്ടിലാക്കിയ ആ പരാമർശം എഴുതി ചേർത്തത് ആര് എന്ന് അന്വേഷിക്കാൻ CPMും മെനക്കെടുന്നില്ല. കേന്ദ്ര നേതൃത്വം മുഖ്യമന്ത്രിയുടെ ആ വിശദീകരണം കൊണ്ട് തൃപ്തരാവുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശിലെ അമേഠിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വെടിവെച്ചു കൊന്ന കേസിൽ മുഖ്യപ്രതിക്ക് പോലീസിന്റെ വെടിയേറ്റു. അറസ്റ്റിന് ശ്രമിക്കുന്നതിനിടെ പ്രതി ചന്ദൻ വർമ്മ ആക്രമിച്ചെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ചന്ദൻ വർമ്മയുടെ കാലിനാണ് വെടിയേറ്റത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ,
ഈ ചന്ദൻ വർമ്മയെ പിടികൂടാനായിട്ടുണ്ടോ? എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഒരു കൊടുംപാതകം ചെയ്തത് എന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ടോ? ഗൂഗിൾ നിലവിലിപ്പോൾ ചന്ദൻ വർമ്മയുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം നൽകുന്ന വിവരം. എന്തായാലും ചന്ദൻ വർമ്മ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇന്നലെ രാത്രി നോയിഡയിൽ വെച്ചാണ്, ഡൽഹിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ നോയിഡയിൽ വെച്ചാണ് ചന്ദൻ വർമ്മയെ പോലീസ് പിടികൂടിയത്. ഈ കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കും തന്നെ ഡൽഹിയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ചന്ദൻ വർമ്മ. എന്തായാലും പോലീസ് പിന്നീട് കൃത്യമായ അന്വേഷണത്തൊടുവിൽ ചന്ദൻ വർമ്മയാണ് ഈ കൊലപാതകം നടത്തിയെന്ന വിവരം പോലീസിന് ലഭിച്ചു. കാരണം സോഷ്യൽ മീഡിയയിലടക്കം താൻ 5 പേരെ കൊല്ലുമെന്ന് നേരത്തെ തന്നെ ചന്ദൻ വർമ്മ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പങ്കുവച്ചിരുന്നു. ഇത്തരമൊരു അന്വേഷണമാണ് ചന്ദൻ വർമ്മയിലേക്ക് എത്തിയത്. ചന്ദൻ വർമ്മയുടെ ഉപയോഗിച്ച ബൈക്കും അതോടൊപ്പം തന്നെ കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്കുമെല്ലാം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലിപ്പോൾ ചന്ദൻ വർമ്മയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പിന്നീട് തെളിവെടുപ്പടക്കമുള്ള നടപടിയിലേക്ക് എന്തായാലും കൊണ്ടുപോകും. ഇന്നലെയാണ് ഒരു കുടുംബത്തിലെ 4 പേരെ ചന്ദൻ വർമ്മ കൊലപ്പെടുത്തിയത്. ഈ ചന്ദൻ വർമ്മ കൊലപ്പെടുത്തിയ പൂനം എന്ന സ്ത്രീയുമായി ചന്ദൻ വർമ്മ 1 വർഷത്തിലേറെ ബന്ധമുണ്ട്. ആ ബന്ധം വഷളയെ തുടർന്നാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്ന വിവരം. എന്തായാലും ഈ കൊലപാതകത്തിന് കാരണം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. നിലവിലിപ്പോൾ പോലീസ് ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ചന്ദൻ വർമ്മ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. അതിനുശേഷം മാത്രമേ തെളിവെടുപ്പ് അടക്കമുള്ള നടപടിയിലേക്ക് എന്തായാലും കൊണ്ടുപോവുകയുള്ളൂ. സ്വയരക്ഷാർത്ഥമാണ് ചന്ദൻ വർമ്മയെ വെടിവെച്ചെന്നൊരു വിശദീകരണമാണ് പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അറസ്റ്റ് ചെയ്ത് പിന്നീട് ഈ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിനിടയിൽ പോലീസിന്റെ കൈവശമുള്ള തോക്ക് ചന്ദൻ വർമ്മ തട്ടിയെടുത്ത് പിന്നീട് ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് ഇത്തരത്തിൽ ചന്ദൻ വർമ്മയുടെ വലതുകാലിന് വെടിവെച്ചത്. ശരി, ഒരു കുടുംബത്തിലെ 4 പേരെ വെടിവെച്ചു വന്ന കേസിലെ മുഖ്യപ്രതിയാണ് അമേഠിയിൽ പോലീസിന്റെ വെടിയേറ്റിരിക്കുന്നത്. ഏതായാലും അയാളുടെ ആരോഗ്യനില തൃപ്തികരമെന്നതാണ് ഇപ്പോൾ നിതിൻ അംബുജൻ പങ്കുവെച്ച വിവരം. പാലക്കാട് ആലത്തൂർ SN കോളേജിൽ KSU പ്രവർത്തകനെ SFI നേതാവ് ഭീഷണിപ്പെടുത്തിയെന്ന പരാതി. SFI നേതാവ് തേജസിനെതിരെയാണ് KSU പ്രവർത്തകൻ അഫ്സൽ പോലീസിനെ സമീപിച്ചത്. പുറത്തു നിന്നുള്ളവർ ക്യാമ്പസിലെത്തിയപ്പോൾ ഫോട്ടോ എടുത്തതിനാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് അഫ്സൽ. എന്തായാലും ഈ 10-ാം തീയതി കഴിഞ്ഞ ഇലക്ഷൻ കഴിയില്ലേ? നീ ഇനി ആലത്തൂർ കൂടെ തന്നെ നീ SN കോളേജിൽ കയറണ്ടേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ മുട്ടുകാല് തല്ലി ഓടിക്കും, ഉറപ്പാണ്. നീ കാണുന്ന പോലെ മറ്റേ ഈ ഇലക്ഷന് ഞങ്ങളിപ്പോ നിന്റെ അടുത്ത് വന്ന് മോഹം കാണിച്ച് തിരിച്ചു നിൽക്കുന്ന പോലെ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നിൽക്കുന്ന നീ വിചാരിക്കണ്ട. അത് കോളേജിനകത്തുള്ള പിള്ളേരായിട്ട് വന്നിട്ട് നിന്നെ പെരുമാറിയാലും ശരി, പുറത്തുനിന്നുള്ളവരാണെങ്കിലും ശരി, നീ കാണുന്ന നിന്റെ ഈ വർത്തമാനം നീ ആവശ്യമില്ലാതെയാണ് നീ ഇപ്പൊ ഓരോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആവശ്യമില്ല. ഇതിപ്പോ ഞങ്ങളിപ്പോ വിളിക്കേണ്ടത് നിന്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. നീ ഇങ്ങനെ ഫോട്ടോ എടുത്തു, അല്ലെങ്കിൽ അത് കളയാ, ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി. നിഖിൽ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടോ ആ ക്യാമ്പസിൽ? മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഈ ഒരു ഫോട്ടോ എടുത്തതിൽ ഇത്ര പ്രകോപിതനാവാൻ എന്താണ് ഈ SFI നേതാവിന്? ഇനി അത് ഒരു ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് മാപ്പ് പറയണമെന്ന തരത്തിലേക്കുള്ള ഭീഷണിയാണല്ലോ വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു നിന്ന് ചില ആളുകൾ, അതായത് SFIയുടെ തന്നെ പുറത്തു നിന്നുള്ള ചില പ്രവർത്തകരും നേതാക്കളും ഈ ക്യാമ്പസിലെത്തി പ്രചരണവും മറ്റും നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു വാക്കുതർക്കം അവിടെ ഉണ്ടാവുകയും 4 പേർ ആശുപത്രിയിലാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് പരിക്കേറ്റ് 4 പേർ ആശുപത്രിയിലായിരുന്നു. 2 SFI നേതാക്കളും 2 KSU നേതാക്കളും ആശുപത്രിയിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ദിവസം എടുത്ത ചില ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു തർക്കം രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ക്യാമ്പസിലെ KSU നേതാവ് അഫ്സലിനെയാണ് SFIയുടെ നേതാവായിട്ടുള്ള തേജസ്, പുറത്തു നിന്നുള്ള ആളാണ് തേജസ്, വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ ഓഡിയോ ആണ് ഇപ്പോൾ അഫ്സലെ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ പ്രധാനമായും പറയുന്നത് എന്തിനാണ് തങ്ങളുടെ ചിത്രങ്ങൾ എടുത്തത് എന്നവർ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു തങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ആ ചിത്രങ്ങൾ എടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ മുട്ടുകാല് തല്ലിയൊടിക്കുമെന്നുള്ളതാണ് SFI നേതാവിൻ്റെ ഭീഷണി. തല്ല് കിട്ടാതിരിക്കണമെങ്കിൽ ആലത്തൂർ ഭാഗത്തേക്ക് ഇനി വരാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ മുന്നിലുള്ള വഴിയെന്നും പറയുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശമാണ് ഇപ്പോൾ KSU പുറത്തുവിട്ടിട്ടുള്ളത്. KSU ഇതുമായി ബന്ധപ്പെട്ട് ആലത്തൂർ CIക്ക് ഒരു പരാതിയും നൽകിയിട്ടുണ്ട്. ആ പരാതിയിലും വ്യക്തമാക്കി നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് KSU പ്രവർത്തകൻ. കൊടിയിലുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യവും പ്രവൃത്തിയിലും ഉണ്ടാകണമെന്ന് SFI കാലങ്ങളായി നേരിടുന്ന ആ വിമർശനം ഒന്നുകൂടി ശക്തമാക്കാൻ ഈ പ്രതികരണം, തേജസിന്റെ ഭാഗത്തു നിന്നുള്ള ആ പ്രതികരണം അല്ലെങ്കിൽ ഭീഷണി ഉപയോഗപ്പെടുകയുള്ളൂ എന്ന് മാത്രം. നിഖിൽ പ്രമേശാണ് ആ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ഇതോടെ വാർത്താമഴ പൂർണ്ണമാവുകയാണ്.